ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചക്കാലത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥയും തുടർന്ന് ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുകളുമൊക്കെ നമ്മൾ ആദ്യ പാർട്ടിൽ മനസ്സിലാക്കി. നമുക്കിനി തുടർന്ന് എന്താണ് സംഭവിച്ചത് ഇതാണ് നമ്മൾ നോക്കുന്നത്. ദേശീയത നമ്മളെപ്പോഴും ഇന്നും അന്നും എന്നും നമ്മൾ കൂടെ നമ്മൾ പറയുന്ന ഒരു പദമാണ് ദേശീയത. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഇന്ത്യയിൽ ആരംഭിച്ച് തുടർന്നങ്ങോട്ട് തഴച്ചു വളരാനുള്ള സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ഇന്ത്യ. അപ്പം എന്താണ് ദേശീയത എന്ന് പറയുന്നത്? ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഐക്യബോധത്തെയാണ് ദേശീയതയെന്ന് പറയുന്നത്. അതായത് നാം ഒന്നാണ്, എന്തൊക്കെ മറ്റ് വ്യത്യാസങ്ങളുണ്ടെങ്കിലും നാം ഒന്നാണെന്നുള്ള ചിന്ത. ബ്രിട്ടീഷ് ഭരണകാലത്താണ് നമ്മുടെ ഇന്ത്യയിൽ ദേശീയത ആരംഭിക്കുന്നതും ദേശീയതയുടെ ഉദയവും ദേശീയത തഴച്ചു വളരുകയും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് ഇന്ത്യയിൽ ദേശീയത ഉദയം കൊള്ളുന്നതും തുടർന്നങ്ങോട്ട് വളർച്ച പ്രാപിക്കുന്നതും. നമ്മുടെ രാജ്യത്തെ ദേശീയതയുടെ ഉദയത്തിലേക്കും അതിൻ്റെ വളർച്ചയിലേക്കും നയിച്ച ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യൻ ദേശീയത ഉദയം ചെയ്യുന്നതിനും അതിൻ്റെ വളർച്ചയ്ക്കും സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. പാഠപുസ്തകത്തിലെ ഒരു ടേബിളായിട്ട് ഇന്ത്യയിൽ ആ കാലത്ത് ഉദയം കൊണ്ട ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ബ്രഹ്മസമാജം, ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ, അലിഗഡ് പ്രസ്ഥാനം, ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, സാധുജന പരിപാലന സംഘം. അപ്പം ഇതിൻ്റെയൊക്കെ നേതാക്കന്മാരാരാണ്, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്നതൊക്കെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ധാരണ ഉണ്ടാകണം. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെ ചിത്രങ്ങളും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ദേശീയയുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇവരുടെ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുകയും ജനങ്ങൾ ഒന്നാണെന്നുള്ള ഐക്യബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്തത് പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായ ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമുക്ക് പറയാൻ കഴിയുന്നു. മറ്റൊന്ന്, വർത്തമാന പത്രങ്ങൾ. ആ കാലത്ത് ഇന്ത്യയിൽ ഉദയം കൊള്ളുകയും ഇന്ത്യയിൽ വ്യാപകമായി പ്രചാരത്തിലുണ്ടാകുകയും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങൾ നമ്മുടെ ദേശീയതയെ വളർത്തുന്നതിന് കാര്യമായ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. ബാലഗംഗാധരൻ തിലകന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന വർത്തമാന പത്രങ്ങളായ കേസരി, മറാത്ത, സാനി ബസിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിങ്ങനെയുള്ള പത്രങ്ങൾ, മഹാത്മാഗാന്ധി സ്ഥാപിച്ച് നേതൃത്വം കൊടുത്ത യങ് ഇന്ത്യ, ഹരിജൻ എന്നിങ്ങനെ പത്രങ്ങൾ, മൗലാന അബ്ദുൽ കലാം ആസാദ് നേതൃത്വം കൊടുത്ത അൽ ഹിലാൽ എന്ന പത്രം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട പത്രങ്ങളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ധാരാളം പത്രങ്ങൾ അന്ന് ഉദയം കൊള്ളുകയും ആ പത്രങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായ അവരുടെ ദുരിതങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായിട്ട് ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകത, ഇതൊക്കെ ഉദ്ബോധിപ്പിക്കുന്ന ചില ലേഖനങ്ങളും ഒക്കെ ചർച്ചകളും ഒക്കെ ഉൾക്കൊണ്ടിരുന്ന പത്രങ്ങൾ ഇന്ത്യൻ ദേശീയത വളർത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീർന്നു പറയാം. മറ്റൊന്ന്, വിദ്യാഭ്യാസം. നമ്മുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യാഭ്യാസം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. എന്തൊക്കെ ബ്രിട്ടീഷുകാരെ കുറിച്ച് നമ്മൾ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാലും അവരുടെ ഭരണത്തെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം പോരായ്മകൾ പോരായ്മകളെ ഉള്ളൂ, ശരി, ചൂണ്ടിക്കാണിച്ചാലും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് അനുഗ്രഹമായിട്ടുള്ള ഒന്നാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇന്ത്യയിലെ
ബ്രിട്ടീഷ് ഓഫീസുകളിലേക്ക് അവർക്ക് ആവശ്യമായ ക്ലർക്കുമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടക്കം കുറിച്ചതെങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള അനേകം പേർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നതിനും പാശ്ചാത്യ സംസ്കാരവും ജീവിത രീതിയും അതുപോലെ തന്നെ ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിനും അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുന്നതിനും ഇന്ത്യക്കാരെ കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ഒക്കെ വഴിതെളിച്ച ഒന്നാണ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. തുടർന്ന് ഇന്ത്യയിൽ രൂപം കൊണ്ട ചില പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതുപോലെ വിശ്വഭാരതി സർവകലാശാല, ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല, ഇങ്ങനെയൊക്കെയുള്ള സർവകലാശാലകൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും തോറും നമ്മുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് അത് സഹായമാകുകയും ചെയ്തു. ഇനി മറ്റൊന്ന് സാഹിത്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായ സാഹിത്യ കൃതികൾ, കഥ, കവിത, നോവലുകൾ, നാടകങ്ങൾ എന്നിങ്ങനെയുള്ള കൃതികൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ പല ചൂഷണങ്ങളെയും അവരുടെ ഭരണരീതികളെയും ഒക്കെ തുറന്നു കാട്ടുന്നതും അതിനെതിരെ ജനങ്ങൾക്ക് ചെറുത്ത് നിൽക്കുന്നതിനും ആവേശം കൊള്ളിക്കുന്നതായിട്ടുള്ള ചില പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള കൃതികൾ. അപ്പോൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട സാഹിത്യം അതും ദേശീയയുടെ വളർച്ചയിലേക്ക് നയിച്ച ഘടകമായിട്ട് പറയാൻ കഴിയും. പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ രചിച്ച സാഹിത്യ കൃതികൾ ഒരു പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിലുണ്ട്. ഭാരതമാത, സുരേന്ദ്രനാഥ ടാഗോർ രചിച്ച ഭാരതമാത നാടകം, അതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം, ദീനബന്ധു മിത്രയുടെ നാടകം നീൽ ദർപ്പൻ, മുഹമ്മദ് ഇക്ബാലിന്റെ കവിത സാരേ ജഹംസച്ച ഒക്കെ പുസ്തകത്തിൽ പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹിത്യ കൃതികളും ഇന്ത്യൻ ദേശീയയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഇനി മറ്റൊന്ന് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം സ്വീകരിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ചുരുക്കി പറഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയായിട്ട് വിദേശ ഉൽപ്പന്നങ്ങൾ കത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരെ പോവുകയുണ്ടായി. അപ്പൊ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുകയുണ്ടായി. അതിനാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ദേശീയതയ്ക്ക് വഴിതെളിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയാൻ കഴിയും. അപ്പൊ ഇതാണ് നമ്മുടെ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് കോൺഗ്രസിന്റെ രൂപീകരണം. 1885 ഡിസംബറിൽ ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ദേശീയ നേതാക്കന്മാർ ആലോചിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് പടപൊരുതുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളണം, ഇന്ത്യയിൽ രൂപീകൃതമാകണമെന്നുള്ള ആശയം ഉടലെടുക്കുകയും അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിന്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയും ചെയ്തു 1885. കോൺഗ്രസിന്റെ നേതാവായിരുന്ന ദാദാഭായ് നവറോജി ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഒന്നിനൊന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ കാരണം അദ്ദേഹം ആവിഷ്കരിച്ച ഒന്നാണ് ചോർച്ചാ സിദ്ധാന്തം. ബ്രിട്ടീഷ് ഭരണം ഇവിടെ തുടർന്നിടത്തോളം കാലം ഇന്ത്യയുടെ സമ്പത്തും ഇന്ത്യയുടെ സ്വത്തും എല്ലാം ബ്രിട്ടനിലേക്ക് ചോർന്നുകൊണ്ടേയിരിക്കും. ബ്രിട്ടനിലേക്ക് ഇത് ചോർന്നുകൊണ്ടും ഒഴുകി പോകുന്തോറും അടിക്കടി ഇന്ത്യക്കാർ പട്ടിണിയും ദാരിദ്ര്യത്തിലേക്കും വീഴും. ഇതാണ് അദ്ദേഹം അന്ന് കണ്ടെത്തിയ ചോർച്ചാ സിദ്ധാന്തം. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവിർഭാവം, ദേശീയ നേതാക്കളുടെ ആവിർഭാവം, തുടർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള മറ്റൊരു ചെറുത്തുനിൽപ്പ്, സംഘടിതമായ മറ്റൊരു ചെറുത്തുനിൽപ്പിന് തുടക്കം കുറിക്കാനുണ്ടായത്. അതിനാക്കം കൂട്ടിയ ഒരു ഒരു സംഭവമാണ് 1905 ബംഗാൾ വിഭജനം. 1905 ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ബംഗാൾ പ്രവിശ്യ, അല്പം വലിയൊരു പ്രവിശ്യയായിരുന്നു ബംഗാൾ പ്രവിശ്യ. ആ ബംഗാൾ പ്രവിശ്യയിൽ 1905 കഴ്സൺ പ്രഭു അദ്ദേഹത്തിന്റെ ബുദ്ധിക്കുതിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുക. ഒന്ന് ഈസ്റ്റ് ബംഗാളെന്നും മറ്റൊന്ന് വെസ്റ്റ് ബംഗാളെന്നും. അവരുടെ ഗൂഢ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നിച്ചുള്ള ആ വലിയൊരു പ്രവിശ്യയായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് ജനങ്ങളെ രണ്ടായിട്ട് ഭിന്നിപ്പിക്കുക,
അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള സിദ്ധാന്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തി. മുസ്ലിങ്ങൾ കൂടുതലുള്ള കിഴക്കൻ പ്രദേശത്തെ കിഴക്കൻ ബംഗാളെന്നും ഹിന്ദുക്കളുടെ ആധിപത്യമുള്ള പ്രദേശത്തെ പടിഞ്ഞാറൻ ബംഗാളെന്നും, അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ട് വിഭാഗമായിട്ട് വെട്ടിമുറിച്ച് ബംഗാൾ വിഭജനം നടത്തി. ഇതിനെതിരായിട്ട് ഇന്ത്യയിലെ ദേശീയവാദികളും ജനങ്ങളും ഒന്നടങ്കം രംഗത്ത് വരികയും ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ദേശീയ പ്രക്ഷോഭമായി മാറുകയും അവസാനം ഗത്യന്തരമില്ലാതെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ 1911 ബംഗാൾ വിഭജനം റദ്ദുകയാണ് ഉണ്ടായത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1905 ബംഗാൾ വിഭജനം. തുടർന്നാണ് അങ്ങോട്ട് വിദേശ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനം, ഇതെല്ലാം ഉടലെടുത്തത് ഈ ബംഗാൾ വിഭജനത്തിന്റെ അനന്തരഫലമായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇനി കോൺഗ്രസിൽ അന്ന് രണ്ട് വിഭാഗം അന്ന് ഉടലെടുത്തിരുന്നു. ഒന്ന് മിതവാദികൾ, മറ്റൊന്ന് തീവ്രവാദികൾ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗണ്യമായ വിഭാഗം അന്ന് നിലകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ക്രമേണ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക, പടിപടിയായിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ഇതായിരുന്നു മിതവാദികളുടെ ലക്ഷ്യം. എന്നാൽ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ മറ്റൊരു വിഭാഗം തീവ്രവാദ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരുടെ സിദ്ധാന്തം എന്ന് പറയുന്നത്, അങ്ങനെ ബ്രിട്ടീഷുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കാനൊന്നും ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ നയങ്ങൾക്കെതിരായിട്ട് അപ്പോഴപ്പോഴുള്ള ചെറുത്തുനിൽപ്പും അക്രമവും വേണ്ടി വന്നാൽ അതിനെതിരായിട്ടുള്ള ഏത് രീതിയിലും ആക്രമണം ആ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക, ഇതായിരുന്നു ബാലഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പ്. ഏതായാലും അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയവാദികൾ അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് പോയി. ആ അവസരത്തിലാണ് 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തുന്നത്. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിൽ കാലുകുത്തി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അവരുടെ അധിനിവേശവും അവരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന രീതികളും അതുപോലെ തന്നെ അവരുടെ നാട്ടുരാജാക്കന്മാരെ തമ്മിൽ തല്ലിച്ചുള്ള അവരുടെ രീതികളും അതുപോലെ ഒന്നൊന്നായിട്ട് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ കൈയടക്കിയുള്ള അവരുടെ ഭരണരീതികളും ഒക്കെ കണ്ടപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് രംഗത്ത് വരികയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള സമരങ്ങളിലേക്ക് എടുത്തു ചാടുകയുമാണ് ഗാന്ധി ചെയ്തത്. ഗാന്ധിജി നയിച്ച സമരങ്ങളുടെ ഒരു പട്ടിക പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 1917 ചമ്പാരൻ സത്യാഗ്രഹം, നീലം കർഷകരുടെ സമരം, 1918 ഗുജറാത്തിലെ കർഷക സമരം, ഖേഡ സത്യാഗ്രഹം, 1918 ഗുജറാത്തിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരം, ഒരു നിശ്ചിത സമയം അധികരിച്ചുകൊണ്ട് ദീർഘസമയം തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനായിട്ടുള്ള സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഇങ്ങനെയുള്ള സമരങ്ങളിലേക്ക് എടുത്തു ചാടുകയാണ് ഗാന്ധി ചെയ്തത്. ഇനി മറ്റൊന്ന് 1929 ലാഹോറിലെ കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ എന്തുകൊണ്ടും ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് പറയേണ്ട ഒന്നാണ് 1929 ലാഹോറിലെ കോൺഗ്രസ് സമ്മേളനം. ലാഹോർ കോൺഗ്രസ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. ആ സമ്മേളനത്തിലെ സുപ്രധാനമായ 3 തീരുമാനങ്ങളായിരുന്നു. ഒന്ന്, പൂർണ്ണ സ്വരാജ്, പരിപൂർണമായ സ്വാതന്ത്ര്യം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണവും ഇന്ത്യയിൽ വേണ്ട, ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യവും ഇന്ത്യ വേണ്ട, നമ്മുടെ രാജ്യം നമുക്ക് വിട്ടുതരിക. അതിനെയാണ് നമ്മൾ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ 1929 ലാഹോർ കോൺഗ്രസിന്റെ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പൂർണ്ണ സ്വരാജ്, മറ്റൊന്ന് നിയമലംഘന പ്രസ്ഥാനം നടത്തുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്ന അനധികൃതമായ നിയമങ്ങൾ ഒന്നൊന്നായി ലംഘിക്കുക.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ ലാഹോർ കോൺഗ്രസ് തീരുമാനിച്ചു. മറ്റൊന്ന്, മൂന്നാമത്തെ തീരുമാനം, ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇത് മൂന്നുമാണ് 1929 ലാഹോർ കോൺഗ്രസിലെടുത്ത തീരുമാനം. ഈ ലാഹോർ കോൺഗ്രസിലെ തീരുമാനമനുസരിച്ചാണ് മഹാത്മാഗാന്ധി 1930 നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ദണ്ഡിയാത്ര അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 78 അനുയായികളുമായിട്ട് ദണ്ഡി കടപ്പുറത്തേക്ക് തീർത്ഥയാത്ര ഒരു യാത്ര നടത്തി അവിടെ ചെന്ന് ഉപ്പ് നിർമ്മിച്ച് ആ നിയമം ലംഘിക്കാനുണ്ടായി. തുടർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഇവരെല്ലാവരും ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ ഇവരെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തിയാടുകയും പങ്കെടുക്കുകയാണ്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഭഗത് സിംഗ്. അല്പം തീവ്രവാദമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ, അവരുടെ അധിനിവേശനത്തിനെതിരെ, അവരുടെ ഇന്ത്യയിലെ ഭരണത്തിനെതിരെ രംഗത്ത് വന്ന് അവർക്കെതിരെ പോരാടി അവസാനം ബ്രിട്ടീഷുകാർ തടങ്കലിലാക്കുകയും തൂക്കിക്കൊല്ലുകയും ചെയ്ത ദേശീയവാദിയാണ് ഭഗത് സിംഗ്. സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു, ഇന്ത്യൻ നാഷണൽ ആർമി. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സന്ധിയില്ല സമരം ചെയ്ത സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ തിരോധാനം, അദ്ദേഹം എവിടെ പോയെന്ന് പോലും നമുക്കറിയില്ല. ഇനി നമുക്ക് കേരളത്തിലെ അവസ്ഥ നമുക്ക് നോക്കാം. ഒരു ഭൂപടം കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്, പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി, കേരളത്തിന്റെ ഒരു ഭൂപടം, നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഭൂപടം. പക്ഷെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതല്ലായിരുന്നു അവസ്ഥ. ഇങ്ങനെയുള്ള ജില്ലകളോ ഇങ്ങനെയുള്ള ഏകീകൃതമായിട്ടുള്ള ഒരു സംസ്ഥാനം ഒന്നും അന്നില്ലായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇന്നത്തെ ഈ കേരളത്തെ അറിയപ്പെട്ടിരുന്ന 3 വിഭാഗങ്ങളായിട്ടായിരുന്നു. ഒന്ന് തിരുവിതാംകൂർ, മറ്റൊന്ന് കൊച്ചി, മറ്റൊന്ന് മലബാർ. തെക്കു ഭാഗം കൊണ്ട് തിരുവിതാംകൂർ, മധ്യഭാഗം കൊണ്ട് കൊച്ചി, വടക്കു ഭാഗം കൊണ്ട് മലബാർ. ഈ 3 ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഒരു പുസ്തകത്തിൽ ലിസ്റ്റായിട്ട് മലബാറിലെയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വിശദമായിട്ട് നോക്കി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. ഇനി മറ്റൊന്ന്, ദേശീയ പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. പുസ്തകത്തിൽ, പാഠപുസ്തകത്തിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആനി ബെസന്റ്, സരോജിനി നായിഡു, AV കുട്ടിമാളി ഉമ്മ, അക്കാമ്മ ചെറിയാൻ, ആനി മസ്തി എന്നിങ്ങനെയുള്ള ധീര വനിതകളും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ധീര വനിതകളായിട്ട് നമുക്ക് ചരിത്രത്തിൽ ഇടം നേടിയവരാണ്. അവസാനം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് അനുകൂലമാകുകയും 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ നിയമം പാസാക്കുകയും ഇതനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാനുള്ളത്. നമുക്കൊന്ന് പെട്ടെന്ന് നമുക്ക് വിലയിരുത്തൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാന ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതെല്ലാം? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാൽ എന്ത്? ഇനി A കോളവും B കോളവുമായിട്ടൊന്ന് പട്ടികപ്പെടുത്തുക. വേലുത്തമ്പി ദളവ, കുറിച്യ കലാപം, നാനാ സാഹിബ്, സിദ്ധു. A കോളത്ത് തന്നിരിക്കുന്നത് തെറ്റായിട്ടാണ് B കോളത്തിൽ. അത് ശരിയാക്കി എഴുതണം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം, കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത രാമനമ്പി, നാനാ സാഹിബ് കാൺപൂരിലെ നേതാവായിരുന്നു. അതുപോലെ സിദ്ധു സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു വിപ്ലവകാരിയാണ് സിദ്ധു. അപ്പൊ അങ്ങനെ ആ കോളം മാച്ച് ചെയ്യണം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ പരിശോധിക്കുക. പാഠപുസ്തകം തന്നിട്ടുണ്ട്, അത് നോട്ടായിട്ട് ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും വഹിച്ച പങ്ക് വ്യക്തമാക്കുക. ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് വിവരിക്കുക. മലബാറിൽ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ലാഹോർ കോൺഗ്രസിന്റെ 2 പ്രധാന തീരുമാനങ്ങൾ എന്തെല്ലാം? ദേശീയത വളർത്തുന്നതിൽ സാഹിത്യത്തിനുള്ള പങ്ക് വിലയിരുത്തുക. ഞാൻ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം തയ്യാറാക്കി നിങ്ങൾക്ക് വാട്സാപ്പിൽ എത്തിച്ചു തരാം.
നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. പാഠഭാഗം 1-2 ആവർത്തി നന്നായിട്ട് വായിക്കുക. ഈ ക്ലാസ് കേൾക്കുക. ഈ അയച്ചു തരുന്ന നോട്ട്ബുക്കിൽ പകർത്തി എഴുതി നോട്ട്ബുക്കും പഠിക്കുക. ഈ അധ്യായത്തിൽ നിന്നുള്ള ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഓക്കെ.